Watch full episodes on Jio Hotstar. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോ എന്തൊരു സന്തോഷം. എന്റെ പ്രിയപ്പെട്ട വീട്. എത്ര ഓർമ്മകളാണ് എനിക്ക് വീട്ടിലുള്ളത്. ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല. ഹ്യൂമൻ അഭിമന്യു എങ്ങാനും പപ്പയും മമ്മയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഓവർ. ഇപ്പൊ ഗെയിം ആരംഭിക്കാൻ പോവല്ലേ. എനിക്ക് ഏലിയൻ പവർ ഉപയോഗിക്കണം. ഹാ കുമാർ ഹൗസിലേക്ക് വന്നപ്പോൾ മമ്മിയുടെയും ഡാഡിയുടെയും ഓർമ്മകൾ വരുന്നു. ഐ ക്യാൻ ഫീൽ ദം ഹിയർ. മോം, ഡാഡ്, ഐ ആം കമ്മിങ്. ഇല്ലില്ല, രക്ഷപ്പെട്ടു. അവനിപ്പോൾ ലണ്ടനിലേക്ക് പോവും. ടെൻഷൻ കഴിഞ്ഞു. സുപ്രീമയുടെ കോളിന് ടൈമായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട. വെൻ അഭിമന്യു ഇസ് ഹിയർ. ഇനി ഒരു കണക്ഷനും ഇല്ല, ഒരു കോളും ഇല്ല. ശരി, പുറത്തേക്ക് പോവാം. ഇതെന്ത് സൗണ്ടാ? ആ ലണ്ടൻകാരൻ അഭിമന്യു പോയെന്നാ തോന്നുന്നു. അയ്യോ, ഹ്യൂമൻസ് പറയുന്ന പോലെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ഫൈനലി ഹ്യൂമൻ അഭിമന്യു ബാക്ക് ടു ലണ്ടൻ. അയ്യോ, സുപ്രീമോയുടെ കോള് കിട്ടുന്നില്ലല്ലോ. അഭിമന്യു, നീ റിസീവർ റീകണക്ട് ചെയ്തായിരുന്നോ? ഡിഷ് ആന്റിന ഇന്നലെ രാത്രിയുടെ കൺഫ്യൂഷൻ കാരണം ഡിഷ് ആന്റിന റീകണക്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഇപ്പൊ തന്നെ കൊടുത്തിട്ട് വരാം. അഭിമന്യു ഇസ് ബാക്ക് ഇൻ ആക്ഷൻ. ഇനി സുപ്രീമോ ആയിട്ട് വീണ്ടും കണക്ഷൻ ആവും. സുപ്രീമോയുടെ കോള് വന്നു. അഭിമന്യു സ്പേസിലോ? ഞാൻ അവനെ ഡയറക്റ്റ് സ്പേസിലേക്ക് കൊണ്ടുവന്നു. ഹ്യൂമൻ അഭിമന്യു ലണ്ടനിലേക്ക് പോയി. ഏലിയൻ അഭിമന്യു സ്പേസിലും. ഇനി നമുക്ക് കുറച്ചുനാൾ സമാധാനത്തോടെ ഇരിക്കാം. അല്ല സുപ്രീമോ, അഭിമന്യു വീണ്ടും ഭൂമിയിലേക്ക് വരില്ലേ? ഇല്ല. ഈ സെക്യൂരിറ്റി എല്ലാം വീണ്ടും അടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരാം. കുക്കി മമ്മി, സുപ്രീമോയുടെ കോള് വന്നായിരുന്നോ? നിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഏലിയൻ റേസ് ജയിച്ചിട്ടല്ലാതെ അഭിമന്യുവിനെ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വിടുകയേയില്ല. എല്ലാവർക്കും മനസ്സിലായോ? തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ഓവർ ആൻഡ് ഔട്ട്. മമ്മി തന്നെയല്ലേ പറഞ്ഞത് സുപ്രീമോയുടെ കോൾ അറ്റൻഡ് ചെയ്യണോന്ന്. എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാര്യം എന്താന്ന് പറ. സുപ്രീമോ അഭിമന്യു കുമാറിനെ കണ്ടു. അദ്ദേഹത്തിന് തോന്നി ഏലിയൻ അഭിമന്യു ആണെന്ന്. നമ്മുടെ അഭിമന്യു ആണെന്ന് കരുതി അവനെ ഏലിയൻ റേസിൽ പങ്കെടുപ്പിക്കുക. ഹ്യൂമൻ അഭിമന്യുവിന് ഏലിയൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. ഏലിയൻ അഭിമന്യുവിന് ഹ്യൂമൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പ്രോബ്ലം ആയിരിക്കാം. ഒന്ന് നിർത്ത്. സത്യമായിട്ടും വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുക. നമ്മളെല്ലാം പിടിക്കപ്പെടും. റിലാക്സ്, ഒന്നും സംഭവിക്കില്ല. അഭിമന്യു ഇവിടെ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കാനാ? എല്ലാ പ്രോബ്ലവും ഞാൻ തന്നെ സോൾവ് ചെയ്യുന്നേ. പക്ഷേ നീ എന്താ ചെയ്യാൻ പോകുന്ന അഭിമന്യു? ആദ്യം സ്പേസിൽ പോവും. എന്നിട്ട് അഭിമന്യു കുമാറിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. നോക്കട്ടെ എന്നെ ആരാ തടയാൻ വരുന്നതെന്ന്. അഭിമന്യു, ഓ വന്നല്ലോ തടയാനായിട്ട്. അഭിമന്യു, എന്തെടുക്ക അവിടെ? പ്രിൻസിപ്പൽ മണി അവിടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എടാ, ഫോൺ എടുക്കാത്തോണ്ട് നേരത്തെ തന്നെ നിനക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാ. എന്നിട്ട് നീ മണി പറഞ്ഞത് മാറ്റർ ഈസ് നോട്ട് ഫണി. എന്റെ കൂടെ മര്യാദയ്ക്ക് വന്നോ. സോപ്പ് ബോക്സിൽ കിടന്ന് തന്നേണ്ടതാ, അല്ല റൈസ് ചെയ്യേണ്ടതാ. ബാക്കി കാര്യങ്ങൾ നീ നോക്കിക്കോണം. ഞാനിത് എവിടെയാ? ഇത് ഏത് സിറ്റിയിലാണ് ഞാൻ വന്നത്? ഇതെന്താ, ഞാൻ സ്പേസിലോ? വേഗം ഇവിടുന്ന് പോയേ പറ്റൂ. ഞാൻ ഭൂമിയിലേക്ക് എങ്ങനെ പോകും? അഭിമന്യു, നീ എഴുന്നേറ്റോ. ഞാൻ നിന്നെ ഒരു ഇമ്പോർട്ടന്റ് മിഷന് വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ വെച്ച് ഏതെങ്കിലും ഏലിയൻ എക്സ്പെരിമെന്റ് ചെയ്യാനാകും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഏതെങ്കിലും ഏലിയൻ സ്പീസീസ് ഫൈറ്റർ ആവാനായിരിക്കും. നീ എങ്ങോട്ടായി പോകുന്നത്? ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു സ്പേസും ഇല്ലല്ലോ. എന്ത് ചെയ്യും? ഗോചാലങ്ങളുടെ ഫ്രീസിംഗ് ഗൺ ഇത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം. ഏലിയൻ ഫ്രീസ് ആയല്ലോ. ഫൈനലി ഈ ഗൺ വർക്ക് ചെയ്തു.
ഓ അതാണ് എർത്ത്. എനിക്ക് എങ്ങനെങ്കിലും ഈ സ്പേസ്ഷിപ്പിന്റെ എർത്തിങ് ലാൻഡിങ് ചെയ്യണം. ഈ സ്പേസ്ഷിപ്പിനെ എങ്ങനെ എർത്തിലേക്ക് കൊണ്ടുപോയി ലാൻഡ് ചെയ്യും? ഈ ബട്ടൺ നെക്കിയാൽ എന്താ സംഭവിക്കാൻ പോണേന്നറിയാം. എന്താ ഈ സംഭവിക്കുന്നത്? വോ, ഇത് ഓടുന്നുണ്ട്. ഇത് വീഡിയോ ഗെയിം കളിക്കുന്ന പോലാണ്. ഈ ഗെയിം ഫെയിൽ ആവാതിരുന്നാ മതിയായിരുന്നു. കൊള്ളാം അഭിമന്യു. ഈ ഏലിയൻ ഉണർന്നല്ലോ. ഇയാൾക്ക് എന്റെ പേരും അറിയാമല്ലോ, ഹ്യൂമൻ ലാംഗ്വേജും അറിയാം. ഇത്രയും വേഗത്തിൽ പ്ലാനറ്റ് സുരാക്കയിലേക്ക് എത്തിച്ചോ? സുറാക്ക പ്ലാനറ്റോ? അപ്പൊ ഇത് എർത്ത് അല്ലേ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പറയൂ. കാരണം നീ ഏലിയൻ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്ത്? ഞാൻ എർത്തിൽ സോപ്പ് ബോക്സ് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവായിരുന്നു. സോപ്പ് ബോക്സ്? ഭൂമിയിലെ ചെറിയ ചെറിയ ഗെയിമൊക്കെ മറന്നു കളയ്. സ്പേസിലെ ഏറ്റവും വലിയ റേസിൽ പങ്കെടുക്ക്. നോ നോ, എനിക്ക് പാച്ചാവാൻ പറ്റില്ല. എനിക്ക് തിരിച്ച് എർത്തിലേക്ക് പോണം. ആ പൊക്കോളൂ. റേസിന് ശേഷം ഈ റേസിൽ നീ പങ്കെടുത്തില്ല എങ്കിൽ തിരിച്ചൊരിക്കലും ഭൂമിയിലേക്ക് പോവില്ല. ഞാൻ പെറ്റുപോയല്ലോ. എനിക്കിപ്പോ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ. വിശപ്പോ? എന്ന് വെച്ചാൽ ചാർജിങ്. ഹ്യൂമൻസിന്റെ കൂടെ താമസിച്ച് അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ? പോയി ചാർജ് ചെയ്യ്. ഞാൻ പോയി റേസ് ട്രാക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ചാർജ് ചെയ്യാനോ? ഇവിടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? നെറ്റ്വർക്ക് എവിടുന്ന് കിട്ടാനാ? നന്നായി വിശക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ഭക്ഷണം എവിടുന്ന് കിട്ടും? ഏലിയൻസ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ? കപ്പ് കേക്സ്. കപ്പ് കേക്സിന്റെ ഫേവറേറ്റ് ആണ്. ഇത് എർത്തിലുള്ള കപ്പ് കേക്കിനേക്കാൾ നല്ല ടേസ്റ്റി ആണല്ലോ. ഇത് എന്താ ഈ സംഭവിക്കുന്നത്? എന്റെ വയറ്റിൽ. ഓ നോ! അയ്യോ, ഇത് കപ്പ് കേക്ക് അല്ല, ഗ്യാസ് കേക്ക് ആണ്. അയ്യോ! റേസ് ലോകത്തിലെ സുഹൃത്തുക്കളെ, ഇവിടെ ഇത് ആരംഭിക്കാൻ പോകുന്നു സ്കൂൾ സോപ്പ് ബോക്സ് റേസ് ചാമ്പ്യൻഷിപ്പ്. ഓ, ഇവിടെ റേസ് തുടങ്ങാൻ പോവുകയാണല്ലോ. അഭിമന്യു എവിടെയാണെന്ന് ഒരു വിവരമില്ല. എന്റെ ഗോട്ടാള സാറേ, ഒന്ന് എഴുന്നേക്ക്. ഓ എന്റെ അഭിമന്യു, സൂക്ഷിച്ച്. നീ ഇങ്ങനെയാണോ വന്നിരിക്കുന്നത്? നമ്മുടെ സോബോച്ച് കാർ എവിടെ? സോപ്പ് ബോക്സ് കാർ നിന്റെ കയ്യിലല്ലായിരുന്നോ? നേരത്തെ ഉണ്ടായത് തകർന്നു പോയില്ലേ? അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് ഇന്നത്തെ റേസിന് വേണ്ടി ഒരു പുതിയ സോബോച്ച് കാർ കൊണ്ടുവരാന്ന്? ആ അഭിമന്യു കൊടുത്ത പ്രോമിസ് ഒരിക്കലും ഈ അഭിമന്യുവിന് നടത്താൻ പറ്റില്ല. എനിക്ക് സോപ്പ് ബോക്സ് കാർ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഓ അഭിമന്യു, സോപ്പ് ബോക്സ് കാർ എവിടെ? സോപ്പ് ബോക്സ് കാർ ഇല്ലാതെ നമ്മൾ ഈ റേസിൽ എങ്ങനെ ജയിക്കുക? റേസ് ജയിക്കാൻ എന്റെ ഈ ദഹി കഴിച്ചാ മതി. ദാ ഇതൊന്ന് നീ കഴിച്ചു നോക്ക്. ബ്രെയിൻ ഒക്കെ നല്ല ശാന്തമായിട്ട് ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കും. ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും ആര്യയുടെ നാക്ക് പോലെ നീണ്ടോണ്ടിരിക്കുവാണല്ലോ. അഭിമന്യു, ഇവിടുന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ നീ ഇവിടെ വെച്ച് തന്നെ ഇല്ലാതാവും. ഈ ഹ്യൂമൻസിന്റെ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ പകുതി ഏലിയനും പകുതി ഹ്യൂമനും ആവുമല്ലോ. എനിക്ക് ആരെയും ബോഡി കാണിക്കാൻ പറ്റില്ലല്ലോ. ഐഡിയ! ആകാശത്തിലേക്ക് പോയി, എന്നിട്ട് ഏലിയൻ പ്ലാനറ്റിലേക്ക് എത്തി. ബർത്ത്ഡേ ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കാൻ വന്നതാ. ഇവതയാണെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു കുമ്പാരം വരെ ഉണ്ടല്ലോ. ഇവതയും ഏലിയനോ, അതും ടീമായിട്ട്. എനിക്ക് ഭക്ഷണം വേണ്ട. റൺ അഭിമന്യു, റൺ. നിൽക്കവിടെ. നോ, എല്ലാ ഏലിയൻസും ഉണ്ടല്ലോ. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. മമ്മിയാണേ സത്യം. ഞാൻ സത്യമല്ലാതെ വേറെ ഒന്നും പറയില്ല. എന്റെ എല്ലാ പോക്കറ്റ് മണിയും എടുത്തോ. പ്ലീസ് എന്നെ വെറുതെ വിടണം, പ്ലീസ്. കൊണ്ടുപോകാം, പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം. എർത്തിലേക്ക് പോവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഏലിയൻ സ്പേസ് റേസിൽ പങ്കെടുക്കണം. വീണ്ടും സ്പേസ് റേസോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഹ്യൂമൻ ആണ്, ഹ്യൂമൻ. ഏലിയൻസുമായിട്ട് ഞാൻ എങ്ങനെ റേസ് ചെയ്യാനാ? നിന്റെ ഹ്യൂമൻ ബുദ്ധി ഒന്നും ഇവിടെ കാണിക്കണ്ട. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നിനക്ക് വിശക്കുന്നുണ്ടായിരുന്നല്ലേ? അപ്പൊ ഞങ്ങള് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവാ.
ഇത് ഗ്യാസ് കേക്കും ഒന്നുമല്ലല്ലോ. ഏലിയൻ കേക്ക് കഴിച്ചവന്റെ കാറ്റടിച്ചു പോയെന്നാ തോന്നുന്നത്. ഇത് സേഫ് ആണ്. ആ, ഉം, ഇവിടെ സ്പേസിൽ ഒരു ഏലിയൻ പോലും അറിയാൻ പാടില്ല. ഒരു ഹ്യൂമൻ സ്പേസിൽ വന്ന കാര്യം സുപ്രീമോയും അറിയാൻ പാടില്ല. എങ്ങാനും അറിഞ്ഞാലോ? അത് സുപ്രീമോയുടെ പേരിന് ദോഷം ചെയ്യും. സോങ്കയിൽ അദ്ദേഹത്തിന്റെ മാന്യത നഷ്ടപ്പെടും. പിന്നെ ഭൂമിയിലെ നമ്മുടെ ചീട്ട് കീറും. എല്ലാവർക്കും സ്വാഗതം സോപ്ബോക്സ് റേസിലേക്ക്. റേസ് ഇതാ ആരംഭിക്കാൻ പോകുന്നു. സോപ്ബോക്സ് റേസിന് എത്ര ഫാൻസ് ഉണ്ട് അത്ര തന്നെ പാർട്ടിസിപ്പന്റും ഇവിടെയുണ്ട്. ദാ കണ്ടില്ലേ, ചിട്ടുവും മിട്ടുവും. റിങ്കി പിങ്കി. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇയർ ചാമ്പ്യൻസ് ഡാനിയും ജാമിയും ഉണ്ട്. ഓ, നിങ്ങൾ തകർക്ക്. എല്ലാ പാർട്ടിസിപ്പൻസും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുക. ഈ അഭിമന്യു എവിടെ പോയിരിക്കുക? എല്ലാവരുടെയും കാറ് വന്നല്ലോ, നമുക്കാണെങ്കിൽ കാറ് പോലും ഇല്ല. ഓ സോറി കേട്ടോ, ഇതാ നമ്മുടെ അവസാന പാർട്ടിസിപ്പന്റ് അഭിമന്യു. അഭിമന്യു, അഭിമന്യു, അഭിമന്യു. ഇതാ ടിങ്കുവും അഭിമന്യുവും. ഇത് സോബോച്ച് കാറൊന്നുമല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് കാറാണ്. കാർ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ചാമ്പ്യൻ ഡാനി തന്നെ ആയിരിക്കും കേട്ടോ. അതൊക്കെ റേസ് ഡിസൈഡ് ചെയ്തോളും. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാന്ന് നോക്കാം. കുറച്ച് കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. ആ ശരി ശരി. സോപ്ബോക്സ് റേസിനെ കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നേക്കാളും കൂടുതൽ സ്പേസ് റേസിനെ കുറിച്ച് ആലോചിച്ച് അഭിമന്യു തകർന്നിരിക്കുമായിരിക്കും. ഇത് പ്ലാനറ്റിലെ ഏലിയൻ റേസ് ആരംഭിക്കുന്നു. എല്ലാ ഏലിയൻസിനും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് കാട്രീന. One, two, three, four. മൾട്ടിപ്പിൾ ലെഗ്സ് കൊണ്ട് കാട്രീന റേസ് ചെയ്യുന്നു. ഓപ്പണന്റിനെ എക്സിറ്റ് ഡോർ കാണിച്ചു കൊടുക്കുമോ? ഓ, ഇതാ അടുത്ത കണ്ടസ്റ്റന്റ് എത്തിച്ചേരുന്നു. ഇദ്ദേഹമാണ് അബീര. ബോഡിയേക്കാൾ വലുതാണ് അദ്ദേഹത്തിന്റെ ചെവി. ഇത് അദ്ദേഹത്തെ പറക്കാൻ സഹായിക്കുന്നു. അയ്യോ, ഒന്ന് നിർത്തണേ. ഓ ഓ ഓ ഓ, ഇതാരാണ് ബൗൺസ് ചെയ്തു വരുന്നത്? ഓ, എങ്ങോട്ട് പോയി? ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമോ അതോ ഓപ്പണന്റിനെ തോൽപ്പിക്കുമോ? ഓ ഓ ഓ ഓ. എന്തെങ്കിലും സംശയമുണ്ടോ? ഓ, ഇതാ ഏലിയൻസിന്റെ പേര് കേട്ട് വിറയ്ക്കുന്ന ഞാൻ ഇന്ന് ഒരു കൂട്ടം ഏലിയൻസിന്റെ കൂടെ നിൽക്കുക. ആരാവും എന്നെ രക്ഷിക്കുക? ടെന്റിക്കൽ സ്ട്രിംഗ് സ്വാപ്പ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് അടിപൊളിയായിരിക്കുന്നു. സോപ്ബോക്സ് കാറുകളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിരന്നു കഴിഞ്ഞു. ഇന്നത്തെ ദിവസമാണ് അക്കരയോ ഇക്കരയോ. ഇന്ന് നിങ്ങളുടെ റേസ് നിങ്ങൾ അടിപൊളിയായി ചെയ്യൂ. എന്നിട്ട് കാണാം ആരാണ് ജയിക്കുന്നതെന്ന്. ഇവരെല്ലാവരും ഇന്ന് റേസ് ട്രാക്കിലൂടെ മുന്നോട്ട് പോകും. പുറകിലാകുന്നവർക്ക് സമ്മാനമില്ല. അഭിമന്യു, നമ്മുടെ കാറ് സ്പീഡിൽ പോകുന്നില്ലല്ലോ, സ്ലോ ആണല്ലോ. സ്പീഡ് കൂട്ടണമെങ്കിൽ എന്റെ ടെന്റിക്കിൾസ് തന്നെ വേണം. തിങ്കു, നീ മറന്നുപോയോ ടീച്ചർ പറഞ്ഞത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇതെല്ലാം കഥയിൽ വായിക്കാൻ കൊള്ളാന്നേ ഉള്ളൂ, റിയൽ ലൈഫിൽ പറ്റില്ല. ഇന്ന് ഒരു കഥയിലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ റിയൽ ലൈഫിൽ സംഭവിക്കുന്നത്. നീ പെട്ടുപോയടാ അഭിമന്യു. ഇപ്പോൾ മുന്നിൽ ടിന്റുവും മിണ്ടുവുമാണ്. അഭിമന്യുവും ടിങ്കുവും ഏറ്റവും പുറകിലും. ഡാനിയുടെ വഴിന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ ഡാനിക്കറിയാം എങ്ങനെയാ മാറ്റേണ്ടെന്ന്. നമുക്ക് പൊടി കിട്ടിയോടോ. ഓ, ടിന്റുവും മിണ്ടുവും ട്രാക്കിന് പുറത്തേക്ക് പോയിരിക്കുന്നു. അങ്ങനെ റേസ് ചെയ്യുന്നവർ ഔട്ടായിരിക്കുന്നു. ഒരു ടീമിന് പണി കൊടുത്തു, ഇനി നിന്റെ ഒഴിയാം. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ.
അവനും പോയി. ഓ റിങ്കി പിങ്കിയുടെ കാറും പുറത്തു പോയിരിക്കുന്നു. കണ്ടില്ലേ അഭിമന്യു, ബാക്കിയെല്ലാം പാർട്ടിസിപ്പൻസും പുറത്തു പോയിരിക്കുവാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഈ റേസ് ജയിച്ചേ പറ്റൂ. എന്തെങ്കിലും ചെയ്യ്. എന്റെ അവസ്ഥ മൂലമാണ് ഞാൻ ഈ റേസിൽ ജോയിൻ ചെയ്തത്. പക്ഷെ റോങ് ചെയ്യുന്നവരെ അഭിമന്യു ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.